ന്യൂസ് സ്കാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജ്യം ഒരു പൊതു തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിലിലാണ്. അതിന് മുന്നോടിയായി വമ്പൻ ആനുകൂല്യങ്ങളാണ് സർക്കാർ ഒന്നിനു പിറകെ ഒന്നായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയതായി വന്നിരിക്കുന്ന ആനുകൂല്യ വാർത്തകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ഫെബ്രുവരി 1 അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിലാണ് പൊതുജനങ്ങൾക്ക് വൻതോതിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക. നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ തുക ഉയർത്തുകയും ചെയ്യും. ആദ്യഘട്ടമായി 2024 ജനുവരി മുതൽ ഭക്ഷ്യഭദ്രതാ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് 5 വർഷത്തേക്ക് റേഷൻ പൂർണ്ണമായും സൗജന്യമാക്കിയിരുന്നു. കേരളത്തിൽ AAY മഞ്ഞ, PHH പിങ്ക് റേഷൻ കാർഡുകളാണ് ഈ വിഭാഗത്തിൽ വരുന്നത്. ഇവർക്ക് അടുത്ത 5 വർഷവും റേഷൻ സൗജന്യമായിരിക്കും. അടുത്തതായി കർഷക സമൂഹത്തിനും വൻതോതിലുള്ള ആനുകൂല്യങ്ങളാണ് ലഭിക്കുവാൻ പോകുന്നത്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 5 വർഷമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന PM കിസാൻ സമ്മാൻ നിധി എന്ന കേന്ദ്ര സർക്കാർ പദ്ധതി വഴിയായിരിക്കും ആനുകൂല്യം നൽകുക. നിലവിൽ രാജ്യത്ത് 11 കോടി കർഷകർ ഇതിൽ അംഗങ്ങളാണ്. കേരളത്തിലെ 30 ലക്ഷം കർഷകരും PM കിസാൻ നിധിയുടെ ആനുകൂല്യം അക്കൗണ്ടുകളിൽ വരുന്നവരാണ്. നിലവിൽ 2000 രൂപ വീതം 3 തവണയായി വർഷത്തിൽ 6000 രൂപയാണ് ലഭിക്കുന്നത്. ഇതുവരെ 15 ഗഡുക്കളായി 30,000 രൂപ കർഷകർക്ക് എത്തിക്കഴിഞ്ഞു. ഈ പദ്ധതിയുടെ ആനുകൂല്യവും ഉയർത്തുന്നു എന്ന വാർത്തകളാണ് എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. നിലവിൽ 6000 രൂപയ്ക്ക് പകരം 9,000 രൂപയാക്കുമെന്നാണ് റിപ്പോർട്ട്. മറ്റൊരു പ്രധാന മാറ്റം സ്ത്രീ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ തുക നൽകുവാൻ പോകുന്നുവെന്നതാണ്. സ്ത്രീ കർഷകർക്ക് 10,000 രൂപ മുതൽ 12,000 രൂപ വരെ ആയിരിക്കും അടുത്ത സാമ്പത്തിക വർഷം മുതൽ ലഭിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുമ്പായിട്ടാണ് PM കിസാൻ സമ്മാൻ നിധി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. ഇലക്ഷനിൽ രാജ്യത്തെ കർഷക പിന്തുണ വലിയ തോതിൽ ലഭിക്കുന്നതിന് സർക്കാരിന് അത് സഹായകമായിരുന്നു. അതുകൊണ്ടാണ് കർഷക പിന്തുണ ഒന്നുകൂടി ഉറപ്പിക്കുവാനായിട്ട് അടുത്ത ഇലക്ഷന് മുമ്പായി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വീണ്ടും വർദ്ധിപ്പിക്കുന്നത്. ഒട്ടേറെ വിഷമതകൾ നേരിടുന്ന നാമമാത്ര കർഷകരെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഈ ധനസഹായം വലിയൊരു ആശ്വാസമാണ്. മറ്റു വിഭാഗങ്ങൾക്കും പുതിയ ക്ഷേമ ആനുകൂല്യങ്ങൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചേക്കുമെന്നറിയുന്നു. വരും ദിവസങ്ങളിലെ എല്ലാ സർക്കാർ പദ്ധതി അറിയിപ്പുകളെക്കുറിച്ച് അറിയുന്നതിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.